ഇതേ മട്ടിനാണ് പോർച്ചുഗൽ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എന്തായാലും പൊട്ടും. പോർച്ചുഗൽ വേഴ്സസ് കൊളംബിയ കളി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കളിയൊക്കെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, തരക്കേടില്ലാണ്ട് കളിച്ചിരുന്നു. പക്ഷേ പോർച്ചുഗലിൻ്റെ മിഡ്ഫീൽഡ് അത് പെട്ടെന്ന് പൊളിനായിരിക്കാൻ എനിക്ക് തോന്നിയത്. കാരണം എത്ര പെട്ടെന്ന് ആ ബോൾ അവിടുന്ന് മിസ്സാവണമെന്ന് അറിയോ. എത്ര ഷോട്ട് അടിച്ചത്. ഈ പോർച്ചുഗലിൻ്റെ ഡിഫൻസും അതുമാതിരി ഗോളി മെയിനായിട്ട് പറഞ്ഞ ഗോളിയാണ്. ഗോളി ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, അയാൾ അങ്ങനെ പ്രകടനം കാഴ്ചവെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിലേക്ക് എത്ര ഗോളാണ് മുഴങ്ങിയത് എന്നുള്ളതിന് ഒരു കണക്കും ഉണ്ടാവില്ല. പിന്നെ ദൈവത്തിൻ്റെ ഒരു കാരുണ്യം എന്ന് പറയാം, ലാസ്റ്റ് എക്സ്ട്രാ മിനിറ്റിൽ കൊളംബിയ ഒരു ഗോളടിച്ച് അത് ഒരു തലനാഴികക്കാണ് അത് ഓഫായി പോയത്. അതായത് ഒരു ചെറിയ ഷൂവിൻ്റെ ഒരു പൊടിക്ക് ദൈവത്തിൻ്റെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ്. കാരണം ഈ മട്ടിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പോർച്ചുഗലിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അങ്ങനെയായിരുന്നു കൊളംബിയൻ്റെ കളി. മോനെ ഒരു അടുത്ത കളിയിലൊക്കെ കണ്ടറിയ തന്നെ വേണം. ഇതേ മട്ടിനാണ് പോർച്ചുഗൽ പോകുന്നതെന്നുണ്ടെങ്കിൽ ഉറപ്പാണ് എന്തായാലും പൊട്ടും.